എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ കോമയുടെ പപ്പ ആളാണെങ്കിൽ ഒരുപാട് അടിയിടിയും വേദനയിലൂടെ മുൻപോട്ടേക്ക് കടന്നു പോകുമ്പോഴും മകനെ മാത്രം അതൊന്നും അറിയിക്കാതെ അവനെ ചേർത്ത് പിടിച്ചു. ആ സൺ ഗാഡ് നിക്കയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷ അത് വളർത്തിയെടുത്തു. ആ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവന്റെ ലൈഫ് മുൻപോട്ടേക്ക് കൊണ്ടുപോയതും പിന്നീട് അതിൽ നിന്ന് പുറത്തു വന്നതും. ആ കാര്യങ്ങൾ തന്നെയാണ് കൂമ അവന്റെ മകൾ ജ്വല്ലറി ബോണിക്ക് പറഞ്ഞു കൊടുത്തത്. അവളുടെ ഇൽനെസ്സും ബുദ്ധിമുട്ടും എല്ലാം തന്നെ അതിജീവിച്ച് അവൾ പുറത്തേക്ക് വരണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ജ്വല്ലറി ബോണി അവളിപ്പോൾ ഓക്കെ ആയിരിക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും ആ ജയന്റ് വാരിയേഴ്സ് ടോണിയും ബ്രോഹിയും അവർ രണ്ടുപേരും ഇപ്പോൾ ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവരായിരിക്കും ആദ്യം അറ്റാക്ക് ചെയ്യാനായിട്ട് കടന്നു വരിക. അവരെത്തേണ്ട താമസം ഉണ്ടായിരുന്ന കപ്പലുകളിൽ ചെറിയൊരു സ്ക്രാച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യും. അടുത്ത നിമിഷം ആ കപ്പലുകൾ അങ്ങനെ തകർന്നു പോവാണ്. ലൂഫിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവരുടെ സൺ ഗോഡായിട്ട് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലൂഫിയാണ്. സോ ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതനുസരിച്ച് അവർ ഓരോരോ കാര്യങ്ങൾ മുൻപോട്ടേക്ക് ചെയ്ത് മുൻപോട്ടേക്ക് വരും. അതിനുശേഷം ബ്രോഹിയും അവർ രണ്ടുപേരും അവരുടെ ജയന്റ് വാരിയേഴ്സിനെ അവിടേക്ക് വിളിക്കുകയാണ്. കപ്പലിൽ നിന്ന് രണ്ട് ടീമുകളും അങ്ങനെ പുറത്തേക്ക് വന്ന് നേവിക്കാരുടെ കപ്പലുകൾ വെട്ടിത്തെറിപ്പിച്ച് കടന്നു വരികയാണ്. നേവിക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. പണ്ടേ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയവരാണ് ഇപ്പോൾ അവിടേക്ക് ഹായ് ആയിട്ട് കടന്നു വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? സത്യത്തിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കും. ഉസോപ്പിനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയങ്കര അത്ഭുതം. അവൻ ദൂരത്തായിട്ട് അത് നോക്കി നിൽക്കും. അവനവന്റെ സന്തോഷവും പക്ഷെ കണ്ണീരൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ കരയാനായിട്ട് തുടങ്ങും. കാരണം അവർക്ക് സപ്പോർട്ടിന് ഇപ്പൊ ലോകം മുഴുവൻ ഒരുപാട് ആൾക്കാരുണ്ട്. മാസ്റ്റേഴ്സ് നിങ്ങൾ എത്തിയോ ചോദിച്ച് അങ്ങനെ രണ്ട് ടീമുകളും പരസ്പരം കാണുകയാണ്. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ലിറ്റിൽ ഗാർഡനിലേക്ക് പോയാൽ പോലും അവരെ കാണാൻ കഴിയുമെന്ന് അവൻ കരുതിയതല്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവർ ആ ലിറ്റിൽ ഗാർഡനിലേക്ക് പോയതും അവിടെ വെച്ച് ഇവരെ കണ്ടുമുട്ടിയതും സഹായിച്ചതും ഒരുമിച്ച് നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തതും അങ്ങനെ എല്ലാം ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകും. ബ്രോഹിയും അവിടെ വെച്ചാണ് നമ്മുടെ ആൾക്കാർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അവരാണെങ്കിൽ വർഷങ്ങളായിട്ട് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. അവരുടെ ഫൈറ്റ് അവസാനിപ്പിച്ച് നമ്മുടെ ആൾക്കാരാണ് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. ഉസോപ്പിന് അവരുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ ഞാനും ഫ്യൂച്ചറിൽ വലിയൊരു വാരിയർ ആവുമെന്ന് അവൻ അവർക്ക് വാക്ക് കൊടുത്തു. അതിനുശേഷം നിക്കോ റോബിനെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയപ്പോഴും ഇത്തരത്തിലുള്ള രണ്ട് ജയന്റുകളാണ് നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഉസോപ്പിന് മനസ്സിലാവാത്തത് ഇവിടെ നടക്കുന്ന ഈ ഫൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ അവർ അറിഞ്ഞു എന്നാണ്. അതിനാ തിങ്കർ പറയും ഇത് വെറും ഒരു പൈററ്റ് യുദ്ധമല്ല, ലോകമെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റാണ്. ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഇത് ന്യൂസ് പേപ്പറിൽ വരും. മോർഗനാണ് ഇതെല്ലാം തന്നെ ചെയ്യുക. അവൻ നേവിക്ക് അനുകൂലമായിട്ട് ഇത്തരത്തിലുള്ള ന്യൂസ് കൊടുക്കും. അതിലൂടെയാണ് ലോകമെമ്പാടും ഇതറിയുക. സോ അതിലൂടെ അറിഞ്ഞാണ് ഇവരെല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാർ കൂടിയിരിക്കുകയാണ്. ഇനി ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, എത്രയും വേഗം അവിടുന്ന് എസ്കേപ്പ് ആവുക. കപ്പൽ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ലിത്തും ബ്രൂക്കുമാണ് പോയിരിക്കുന്നത്. ഉസോപ്പാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യും. അതിനവർ ദേഷ്യപ്പെട്ട് പറയും ഞങ്ങളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം അവിടേക്ക് എത്തും. ഇതാണെങ്കിൽ ടെൻസ്ഡായി പാനിക്കായി ഉച്ചത്തിൽ നിലവിളിക്കും. അത് കേട്ട് നാമിയാണെങ്കിൽ വണ്ടടിക്കും. എന്തുപറ്റി, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബ്രൂക്ക് ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും ഒന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ എത്രയും വേഗം 1000 തണ്ണി കപ്പലുമായിട്ട് അവിടേക്ക് എത്തും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കപ്പൽ കാണിക്കും. കപ്പൽ അൺകൺട്രോൾഡായി വളരെ വേഗത്തിൽ പോവാണ്. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ലിലിത്താണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും ഓ നോ, നീ ക്യാഷ്വലായിട്ട് കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണോ? നീ ഇത് കാണുന്നില്ലേ? എത്രയും വേഗം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് നമ്മൾ രണ്ടാളും മയ്യത്താവും. അത് കേട്ട് ബ്രൂക്കാണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് പറയും എനിക്കൊരു അല്പസമയം കൂടെ വേണം. ടെൻസ്ഡായിട്ട് ചിന്തിച്ചാൽ ഒന്നും കിട്ടില്ല. അല്പം കാമായിട്ട് ചിന്തിച്ച് ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ജിംബൈ ആളാണെങ്കിൽ ഇപ്പൊ സോറോയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. ഇവിടെ സോറോ ആണെങ്കിൽ മണിക്കൂറുകളായി ഉച്ചയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. എത്രയും വേഗം സോറോയ്ക്ക് അവനെ തോൽപ്പിച്ച് അവിടുന്ന് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് അപകടമാണ്. സോ എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിക്കണമെന്ന് ചിന്തിച്ച് അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ലുച്ചിയാണെങ്കിൽ ക്യാഷ്വലായിട്ടായിരിക്കും സോറോട് ഫൈറ്റ് ചെയ്യുക. കാരണം ലുച്ചിക്ക് നന്നായിട്ട് അറിയാം സോറോ അവനിവിടെ ഉള്ളിടത്തോളം സമയം നമ്മുടെ ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെട്ടു പോവില്ല എന്ന്. സോ കൊണ്ട് സോറോയെ തോൽപ്പിക്കാൻ കഴിയില്ല എങ്കിലും അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ സോറോയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. സോറോ ആണെങ്കിൽ വേഗത്തിൽ അവനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ആ എൽഡേഴ്സ് കുട്ടികൾ നശിപ്പിച്ച കപ്പലുകൾ അതൊന്നൊന്നായിട്ട് കാണും. ചെറിയ കപ്പലുകൾ, മീഡിയം സൈസിലുള്ള കപ്പലുകൾ അതാണ് കൂടുതലായിട്ടും തകർന്നിരിക്കുന്നത്. ഇവിടെ വൈസ് അഡ്മിറൽ ആണെങ്കിൽ വാർഷിപ്പുകൾ ഇറക്കി ഒരു വാറ് അത് നെക്സ്റ്റ് ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് എല്ലാവരോടും പറയുകയാണ്. വാർഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ പാസിഫിസ്റ്റേഴ്സിന് നേരെ
നേരെയാണ് അവരുടെ ആയുധങ്ങൾ പോയിന്റ് ചെയ്യുക. പാസിഫിസ്റ്റേഴ്സ് അത് ഗവൺമെന്റിൻ്റെതാണെങ്കിൽ കൂടെയും ഇപ്പോൾ അത് നമ്മുടെ ആൾക്കാർക്ക് അനുകൂലമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ ആദ്യം ലോങ് റേഞ്ചിൽ അറ്റാക്ക് ചെയ്യുന്ന പാസിഫിസ്റ്റേഴ്സിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് അവറ്റകളെ ഇല്ലാതാക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു. അതേസമയം മറ്റൊരു ഭാഗത്ത് ബ്ലാക്ക് ബിയർഡിന്റെ 2 അസിസ്റ്റൻസ് അവരാണെങ്കിൽ ആ ഐലാൻഡിന്റെ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ടെററായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോഴും അവളുടെ പപ്പയുടെ മെമ്മറിയിലൂടെ പോയി ഓമ എപ്പോഴും പറയാറുള്ള ആ ഒരു സൺ ഗോഡ് നിക്ക അവനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ തരിച്ചു നിൽക്കുകയാണ്. അവൾ സൺ ഗോഡായിട്ട് കണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ലൂഫിയെയാണ്. അവളാണെങ്കിൽ വിളിച്ചു പറയും, നീയാണ് നിക്ക എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ലൂഫി ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും, നിക്കയോ ഞാനോ, ഞാൻ ലൂഫിയാണ്. അതിനവളാണെങ്കിൽ അടിച്ചു പറയും, എൻ്റെ പപ്പ കൂമ അദ്ദേഹം പറയാറുള്ള രക്ഷകൻ നിക്ക അത് നീ തന്നെയാണ്. ഞാൻ ഇവനെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഡോക്ടർ വേഗ് ഓഫ് പങ്കിന് വേണ്ടി നീ ഇവനെ പഞ്ച് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ലൂഫി ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ നോക്കും. അതിനുശേഷം ആ ഒരു പാസിഫിസ്റ്ററിനെ നോക്കും. അവന്റെ അറ്റാക്കിൽ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് അങ്ങനെ തകർന്ന് കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ പുറകിലേക്ക് നോക്കും. അത് ചെയ്തത് മറ്റാരുമല്ല, ആ സാറ്റൺ 5 എൽഡറിലെ ആ അപ്പാപ്പൻ എൽഡർ. ലൂഫി ആ കാഴ്ച കണ്ട് ഞെട്ടും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഡോക്ടർ വേഗ് ഓഫ് പങ്കിനോട് നീ ഇങ്ങനെ പെരുമാറും? അതിനാ എൽഡർ പറയും, ഇത് എന്റെ നിയോഗമാണ്, ഇത് തീർച്ചയായിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ആ എൽഡർ ആണെങ്കിൽ ഹോക്കി പവർ ഉപയോഗിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവനാണെങ്കിൽ ബ്ലഡ് ഛർദ്ദിക്കുകയാണ്. എൽഡർ പെണ്ണ് അതുകൊണ്ട് ഞെട്ടും. ലൂഫി ആണെങ്കിൽ അവളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും. നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവന്റെ 2 കൈകൾ 2 ഞൊടിയടയും ജയന്റ് ആക്കി മാറ്റി ഗാറ്റ്ലിംഗ് പഞ്ച് അതുപയോഗിച്ച് ഓറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. ലൂഫിയുടെ ഭാവവും സ്വഭാവമൊക്കെ മാറുന്നത് കണ്ട് നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ അവളുടെ പപ്പ കൂമ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഗോഡ് നിക്കയുടെ രൂപത്തിൽ ഓറഞ്ചം പുറഞ്ചം ആ എൽഡറിനെ ആഞ്ഞടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം വിളിച്ചു പറയും, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം അവരെ സേഫാക്കി നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകണം. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സേഫാക്കി കപ്പലിലേക്ക് എത്തിക്കണം. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോടും ജ്വല്ലറി പെണ്ണോട് പറയും, ഇപ്പൊ നിങ്ങൾ എന്നെ എടുക്കാനായിട്ട് പാടില്ല, എന്റെ ബോഡി ഇപ്പൊ അനങ്ങിയ ഞാൻ ഓൺ ദി സ്പോട്ട് മരിക്കും, എന്നെ രക്ഷിക്കാനാവില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം. അത് കേട്ട് കിസറു ആണെങ്കിൽ വിളിച്ചു പറയും, നീ അനങ്ങിയാലും ഇല്ലെങ്കിലും നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ജ്വല്ലറി പെണ്ണിന് നേരെ ബീം വെച്ചടിക്കും. പക്ഷേ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ സാഞ്ചി അവനിടയിലേക്ക് ചാടി വീണ് ആ ഒരു ബീം പവറിനെ അങ്ങനെ ചെറുതാക്കി ഇല്ലാതാക്കും. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ കിസറുമായിട്ട് ഏറ്റുമുട്ടാൻ റെഡിയായി കഴിഞ്ഞു. അതേസമയം ആ എൽഡർ ആളാണെങ്കിൽ ദൂരത്തായി അടിച്ചു വീണ് കിടക്കുകയാണ്. ആളുടെ അടുത്തേക്ക് ബിയർഡിന്റെ അസിസ്റ്റൻസ് അവർ കടന്നു വരും. ഓ നോ, നീ ആ 5 എൽഡേഴ്സിൽ ഒരാളല്ലേ, നീ ഇത്രയും ലോ ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ കടന്നു വരുമോ? നിന്റെ പവർ അത് ഈ നുണുങ്ങ് പിള്ളേരുടെ മുൻപിൽ ഇത്രത്തോളം വേസ്റ്റ് ആവുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ മിഷൻ അതൊരു പരിധി നീ സക്സീഡ് ചെയ്തു. കൺട്രോൾ പോയ എൽഡർ ആണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് എഴുന്നേക്കും. അത് കണ്ട് അവർ 2 പേരും എസ്കേപ്പായി കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വരും. അപ്പോഴായിരിക്കും അവരെ ഫോളോ ചെയ്ത് ഒരാള് അവരുടെ തൊട്ട് പുറകിൽ വരിക. ആ വന്ന ആളാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബ്ലാക്ക് ബിയർഡിന്റെ സോൾജിയറായിട്ട് തീരണം എന്നതാണ്. ഞാൻ ഒരുപാട് കാലമായി അദ്ദേഹത്തെ കാണാനായിട്ട് അലയുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആണെന്ന് എനിക്കറിയാം, നിങ്ങൾ കരുതിയ അത് സാധിക്കില്ലേ? അതിനവർ 2 പേരും കൺഫ്യൂസ്ഡായി അവനെ തന്നെ നോക്കും. വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ കരീബു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.